എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, ഈ കിഴി റിയാക്ഷനാണ്. കൊണ്ടൽ സിനിമയുടെ ഒഫീഷ്യൽ ടീസർ എത്തിയിട്ടുണ്ട്. നമ്മൾ വൈകുന്നേരം ആയിരിക്കും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ 11 മണിക്ക് തന്നെ തന്നിട്ടുണ്ട്. കാണണ്ടേ? കുറച്ച് വൈകിപ്പോയി. നമ്മൾ കുറച്ച് വൈകിപ്പോയി. കാരണം ഇത് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് വരും എന്ന് പറഞ്ഞിട്ട്, പക്ഷെ ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ പ്രിപ്പയർ അല്ലായിരുന്നു. അതാണ് പറ്റിപ്പോയത്. എന്തായാലും കാണാം. എന്തായാലും ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ഗംഭീര സാധനമായിരുന്നു. ആന്റണി പെപ്പെ, രാജ്ബി ഷെട്ടി, ഷെബീർ, അതായത് ഡാൻസിങ് റോസ്, ഇങ്ങനെ പ്രമുഖർ അഭിനയിക്കുന്ന സിനിമയാണ്. അതും ഒരു ആക്ഷൻ ത്രില്ലർ. അതെ, നമ്മുടെ അജിത് മാമ്പള്ളിയാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. സോഫിയ പോളാണ് പ്രൊഡ്യൂസർ. അതിലാണ് ഏറ്റവും പ്രതീക്ഷ കൂടുതൽ. ഒരു മോശം സിനിമ ഇതുവരെ തന്നിട്ടില്ല. അതാണ് ക്വാളിറ്റി ടീമാണ്. അപ്പൊ നമുക്ക് ടീസർ ഒന്ന് കണ്ടു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, എന്താണ് കരയിൽ നിന്ന് അടിക്കുന്ന കാറ്റ് അല്ലേ, കടലിലേക്ക് അടിക്കുന്ന കാറ്റ്. കൊണ്ടൽ. ഓക്കെ, റെഡി. ഗെറ്റ് റെഡി ഫോർ ദ ഹണ്ട്. കടലിലാട്ടോ ഹണ്ട്. ഓക്കെ, കണ്ടോ ബാംഗ്ലൂർ ഡേയ്സ്, മിന്നൽ മുരളി. ഗൾഫിൽ ഇരുന്ന് അന്തസ്സായിട്ട് കുടുംബം നോക്കിക്കൊണ്ടിരുന്ന ചെക്കൻ ഇപ്പൊ കള്ളും കുടിച്ച് കണ്ണടം നിറങ്ങി നടക്കുക. കാണാനുണ്ട്. അവരൊക്കെ കിട്ടാനും കുത്താനും പഠിക്കാത്ത ഗുണ്ടകളാ. ഞങ്ങൾക്ക് അമ്മനെ പേടിയാണ്. പിന്നെ നീ ഇതിന്റെ പുറകെ പോകാൻ നിൽക്കണ്ട. നന്ദു വാടാ. അജിത് മാമ്പള്ളി. കൊണ്ടൽ ഓണം റിലീസ്. അത് പൊളിച്ച്. ഓണത്തിനപ്പം ഒരഡർ സാധനം അല്ലേ, അടിപൊളി സംഭവം. എല്ലാരും കാത്തിരിക്കുകയാണ് ഈ പെപ്പേന്റെ ഇടി സിനിമ. ഇടി ഫൈറ്റ് മൊത്തത്തിൽ പറയണ്ട, ഇടി ഒന്നൊന്നര കിണ്ടലുണ്ടാവും. അതെ, അതാണ് ഈ യൂത്തന്മാരില് തോന്നുന്നു അത്ര പവറുള്ള ഒരാള് ഇല്ലാന്ന് തന്നെ പറഞ്ഞു കേട്ടോ. നമ്മൾ RDXൽ തികച്ച് കണ്ടല്ലേ, ഓരോ ഇടി ഉണ്ടല്ലോ, ഓരോ കിണ്ടൽ കണക്കിൽ ഇങ്ങനെ കൊടുക്കുമ്പോഴേ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതെന്തായാലും ഇത് കിട്ടും എന്നുള്ളതാണ്. അത് ടീച്ചറിൽ തന്നെ കിട്ടിയല്ലോ, ഫാസ്റ്റ് തന്നെ. അതും ആളുടെ പഞ്ച് കണ്ടിട്ടുണ്ടോ? സാധാരണ കൈ ഇങ്ങനെ നേരെ പിടിച്ചിട്ടല്ലോ കുത്തുക. ആളുടെ ഇടിയിൽ എപ്പോഴും ഇങ്ങനെ ഒരു വളവുണ്ടാവും. അത് ശ്രദ്ധിച്ചോട്ടോ. എന്നിട്ടാണ് കുത്തു വരുന്നത്. അതൊരു പ്രത്യേക രസമാണ് കാണാൻ കേട്ടോ. എന്തായാലും ഒരു ഗംഭീര സിനിമ എന്നുള്ള ഒരു രീതിയിലാണ് നമുക്ക് ടീസറിൽ നിന്ന് വ്യക്തമാവുന്നത്. കാരണം ഇതിൻ്റെ ഈ കൊണ്ടൽ എന്നുള്ള പേര്, അതായത് കരയിൽ നിന്ന് കടലിലേക്ക് അടിക്കുന്ന ഒരു കാറ്റാണ്. അതിനാണ് കൊണ്ടൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കടലിലുള്ള കുറച്ച് അറാത്ത ടീമുണ്ട്. അതിലായിരിക്കണം നന്ദു, പിന്നെ ഷെബീർ, പിന്നെ രാജ്ബി ഷെട്ടിനെ അതിൽ കാണിച്ചിട്ടില്ല. രാജ്ബി ഷെട്ടിനെ മറ്റേ അന്ന് അനൗൺസ്മെന്റിൽ കാണിച്ചു, ഇതില് കാണിച്ചിട്ടില്ല. പിന്നെ ആളുടെ ക്യാരക്ടർ പോസ്റ്ററൊക്കെ പുറത്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ ക്യാരക്ടറിന്റെ പേരൊന്നും എഴുതിയില്ല കേട്ടോ. ആള് ഇതിലുണ്ട് എന്നുള്ളത് മാത്രമേ അവർ അനൗൺസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആളുടെ ക്യാരക്ടർ എന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ആള് ഇതിൽ മെയിൻ ആയിരിക്കാം, ഈ ടീമിലെ മെയിന്. പിന്നെ അങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്യാൻ രാജ്ബി ഷെട്ടി പക്ക ആപ്റ്റാണ്. അതൊരു സത്യം കേട്ടോ. അത് ഇങ്ങനത്തെ ഒരു, അതായത് എന്താ പറയാ, ഒരു കടലിലുള്ളതാണെങ്കിൽ ആ ഒരു ലുക്കിലേക്ക് മാറാൻ ആൾക്ക് പെട്ടെന്ന് വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ആളുടെ ശൈലിയാണെങ്കിലും ഏതിലേക്കും പറ്റും. അതെ, അതും കൂടെ ഉണ്ട് കേട്ടോ. കൂടുതലായിട്ട് ഇതിന് ആപ്റ്റാണ്. അതായത് സ്റ്റൈലിഷിനേക്കാളും അപ്പുറത്തേക്ക് ഇതിലാണ് ഏറ്റവും ബെറ്റർ. പിന്നെ എന്നിട്ട് നമ്മുടെ ആന്റണി പെപ്പെ ചെയ്യുന്ന കഥാപാത്രം കരയിൽ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാളാണ്. ഒഴിവാക്കി വന്ന ഒരാളാണ്, സാധാരണക്കാരനായിട്ടുള്ള ഒരാള്. പക്ഷെ ആളിതിൽ പെട്ടുപോകുന്നതും, എന്നിട്ട് ഈ കാറ്റ്, അതായത് ഈ ആന്റണി പെപ്പെ എന്ന കാറ്റ് കടലിലേക്ക് ഒരു അടിയുണ്ട്, എല്ലാത്തിനും തൂത്തങ്ങ് തീരുമാനമാക്കും.
ഇത് ഓണത്തിനും വരുന്ന സിനിമകളെ തൂത്തുവാരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കേട്ടോ. അതിനുള്ള സാധനം ഉണ്ട് എന്തായാലും. ചരിത്രം പരിശോധിച്ചോ? അതെ, ഹിസ്റ്ററി എടുത്ത് നോക്കിക്കോ. ഹിസ്റ്ററി നോക്കിക്കോ. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് അങ്ങനെയാണ്. അതെ, എന്തിനാണ് തുടക്കം ബാംഗ്ലൂർ ഡേയ്സ്, മിന്നൽ മുരളി, അമ്പോ, RDX. മിന്നൽ മുരളി OTT അത് തിയേറ്ററിലേക്ക് എങ്ങാനും ആയിരുന്നെങ്കിൽ പറയാനില്ല. ഇനി വരാൻ പോകുന്നത് കൊണ്ടൽ. RDXൽ ആരൊക്കെ മുങ്ങി എന്നുള്ളത് പ്രത്യേകം പറയണം. സത്യം. കിങ് ഓഫ് കൊത്ത ഏതായിരുന്നു? ബോസാൻകോ അല്ല, RDXന്റെ ഒപ്പം ഉണ്ടായിരുന്നത് അതോ സാറ്റർഡേ നൈറ്റോ? ബോസാൻകോ അല്ലേ? നിവിൻ പോളിയുടെ ഒരു സിനിമ ഉണ്ടായിരുന്നു. പിന്നെ മറ്റേ വേറെ ഏതൊരു സിനിമയും കൂടി ഇല്ലായിരുന്നോ? എന്തായാലും ഇതായിരുന്നു വലിയ സിനിമ. ഏറ്റവും സിനിമ അതിനകത്ത് ഏറ്റവും വലുത് ഇത് തന്നെയായിരുന്നു. അത് ആ 2 സിനിമയും അങ്ങനെ തുടച്ചു നീക്കിയിട്ടാണ് RDX 100 കോടി അടിച്ചത്. എന്തായാലും ഒരു വമ്പൻ ഹിറ്റ് എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. തീർച്ചയായിട്ടും ഭയങ്കര മാരകല്ലെങ്കിലും ഉറപ്പായിട്ടും പറയാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ, സിനിമ നമ്മളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു സാധനമായിരുന്നു. അത് മതി, ഭയങ്കര അല്ല കാര്യമായിട്ട് ഈ കളക്ഷന്റെ ബേസിലേക്ക് പോവാണ്ട്, അല്ലാതെ ഞാൻ പറഞ്ഞു കേട്ടോ, സിനിമ നമ്മളെ തൃപ്തിപ്പെടുത്തുന്ന സാധനമായിരിക്കും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. എന്തായാലും കൊണ്ടുപോയി വെച്ചിരിക്കുന്ന ആ ഒരു പശ്ചാത്തലം അത് നമുക്ക് തൃപ്തിപ്പെടുത്തുന്ന ഒരു സാധനം തന്നെയായിരിക്കും. അതെ, തീർച്ചയായിട്ടും. ആ ക്ലൈമാക്സിൽ കാണിച്ചിട്ടുള്ള ആ ഒരു സാധനമുള്ളൂ, ആ ബോട്ടിൽ ഇങ്ങനെ പോണ രാത്രി ആ സാധനം കണ്ടപ്പോ പെട്ടെന്ന് ഓർമ്മ വന്നത് 2018 ഫസ്റ്റ് സീനാണ്. അതേപോലെ അതിനേക്കാളും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടാവുന്ന വിചാരിക്കും. കാരണം ഇതിനു വേണ്ടിയിട്ട് ഇവര് ബോട്ട് വരെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത്രയും സെറ്റപ്പിലാണ് സാധനം ചെയ്തത്. പിന്നെ വേറെന്തോ സാധനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, സ്രാവിനെ. അത് എത്രയോ വലിയ സ്രാവാണ്. അപ്പൊ പല സംഭവങ്ങൾ ഉണ്ടാവാം. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു എന്താ പറയാ, ഒരു വിരുന്നായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത്ര ഗംഭീരമായിരിക്കും. ടീസർ കണ്ടിട്ട് നമുക്ക് ഗംഭീരാണെന്ന് തന്നെയാണല്ലോ തോന്നുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സിനിമ തന്നെ ആവട്ടെ. എന്തായാലും ഓണം അടിച്ചു പൊളിക്കാനുള്ള മുതലുണ്ടെന്ന് തോന്നുന്നു. പൊളിക്കണം. എന്തായാലും അടിച്ചു പൊളിച്ചില്ല, ഇടിച്ചു പൊളിക്കും. വേറെ അത് കലക്കി, അതെനിക്ക് ഇഷ്ടമായി. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്, ഓണത്തിന് റിലീസൊക്കെ ഉണ്ടാകുമോ എന്നുള്ളത് ഒന്ന് ആലോചിക്കണം. ചില പ്രശ്നങ്ങളുള്ളതുകൊണ്ടേ ചീഞ്ഞാറുന്ന പല കാര്യങ്ങളും പുറത്തു വന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ ചിലപ്പോ മേ ബി സിനിമേന്റെ അവസ്ഥ എന്തായിരിക്കും അറിയില്ല. പക്ഷെ ഇതിന്റെ കൂടെ മത്സരിക്കാൻ വരുന്നതും കൂടി ചിന്തിക്കണം. ARM ഉണ്ട്, ഒരു 1.5 വരവായിരിക്കും സാധനം. വലിയ വലിയ സിനിമകളുണ്ട്. ഇന്ന് ARMന്റെ ട്രെയിലറും വരുന്നുണ്ട് 6 മണിക്ക്. നമ്മൾ റിയാക്ഷനുമായിട്ട് വരുന്നതായിരിക്കും. ഇതിപ്പോ ടീസറാണ്, ഇതിന് ഏതാണ്ട് ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. ട്രെയിലർ വരുമ്പോ കുറച്ചും കൂടി കൂടുതലായിട്ട് മനസ്സിലാവും. അതൊരു സത്യമാണ്. ഇന്നിപ്പോ 25 12-നുള്ളിലാണ് സിനിമ, 12-നാറ്റാണ് സിനിമ റിലീസ് ഡേറ്റ്. അപ്പൊ എന്താണെങ്കിലും ഈ ആഴ്ച അടുത്ത ആഴ്ച ട്രെയിലർ ഉണ്ടാവും. അപ്പൊ വെയിറ്റ് ചെയ്യാം അട്ടാറ് സാധനത്തിന് വേണ്ടിട്ട്. എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ കാണാം. വേറെ കാര്യമുണ്ട്, കൊണ്ടലിന്റെ പാച്ച് വർക്ക് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ആൽബി ഷെട്ടി ഇവിടെ ഉണ്ട്, ചെറിയ പാച്ച് വർക്ക് ഉണ്ട് എന്നുള്ളതാണ് കേട്ടത്. നടക്കട്ടെ.